വലിയ കാര്യങ്ങൾ ചെയ്യാൻ വലിയ മനുഷ്യരെ ആവശ്യമില്ല. ആത്മാർത്ഥതയുള്ള വിശ്വസ്തരായ സമർപ്പിതർ മതി. വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ, നാം ഇന്ന് സഭാമാതാവോടൊന്നു ചേർന്ന് നമ്മുടെ രക്ഷകനായ ക്രിസ്തുവിൻ്റെ സമർപ്പണ തിരുനാൾ സാഘോഷം കൊണ്ടാടുകയാണ്. മാതാവും യൗസേപ്പിതാവും ഉണ്ണിയായ യേശുവിനെ 40-ാം ദിവസം ദേവാലയത്തിൽ കാഴ്ചയായി സമർപ്പിച്ചതിൻ്റെ ഓർമ്മ തിരുനാൾ. ഇന്നേ ദിവസം നാം പ്രത്യേകമാവിധം ലോകമാസകലമുള്ള എല്ലാ സമർപ്പിതരുടെയും ദിനമായി ആചരിക്കുകയാണ്. നാളിതുവരെ സമർപ്പണ ജീവിതം നയിച്ചുകൊണ്ട് നമ്മെ ദൈവസന്നിധിയിലേക്ക് നയിക്കുകയും നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തുകയും നമുക്ക് മാതൃകയായി വിളങ്ങുകയും നമുക്ക് വേണ്ടി ധാരാളം അനുഗ്രഹങ്ങൾ നേടിത്തരികയും ചെയ്ത എല്ലാ സമർപ്പിതരെയും ഓർത്ത് പ്രത്യേകമാവിധം വിശുദ്ധ കൊച്ചു ത്രേസ്യ, വിശുദ്ധ അമ്മ ത്രേസ്യ, വിശുദ്ധ മദർ തെരേസ എന്നിങ്ങനെയുള്ള എല്ലാ സന്യസ്തരെയും ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി അർപ്പിക്കാം. അതോടൊപ്പം ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന എല്ലാ സമർപ്പിതർക്കും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈ സമർപ്പിതരുടെ ജീവിതങ്ങളിൽ നമ്മുടെ രക്ഷകനായ ക്രിസ്തു പ്രതിഫലിക്കുന്നതിനായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്ന് സഭാമാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം ലൂക്കയുടെ വിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 22 മുതൽ 40 വരെയുള്ള വചനഭാഗങ്ങളാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ 2 കൂട്ടരെ നാം കണ്ടുമുട്ടുകയാണ്. ഒന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ രക്ഷകനായ ക്രിസ്തുവിൻ്റെ മാതാപിതാക്കളായ മാതാവും യൗസേപ്പിതാവുമാണ്. മാതാവിനെയും യൗസേപ്പിതാവിനെയും കുറിച്ച് പറയുക, കർത്താവിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുവാൻ ഇവർ അതീവ ശ്രദ്ധാലുക്കളായിരുന്നു. അതുകൊണ്ട് തന്നെ നാം ഇന്ന് വായിക്കുന്ന ഈ സുവിശേഷത്തിൽ തന്നെ 4-5 തവണ കർത്താവിൻ്റെ നിയമമനുസരിച്ച്, കർത്താവിൻ്റെ ചട്ടമനുസരിച്ച് ഇവർ ഇപ്രകാരം ചെയ്യുവാൻ തീരുമാനിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119-ാം അധ്യായം 77-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, അങ്ങയുടെ നിയമത്തിലാണ് എൻ്റെ ആനന്ദം. കർത്താവിൻ്റെ നിയമത്തിൽ ആനന്ദം കണ്ടെത്തിയവരാണ് നമ്മുടെ രക്ഷകനായ ക്രിസ്തുവിൻ്റെ മാതാപിതാക്കളായ മാതാവും യൗസേപ്പിതാവും. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവകൽപ്പനകൾ നമ്മുടെ ജീവിതങ്ങളിൽ അക്ഷരം പ്രതി പാലിക്കുവാൻ നമുക്ക് തയ്യാറാകാം. തിരുസഭയുടെ കൽപ്പനകൾ നല്ല രീതിയിൽ പാലിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുന്ന 2-ാമത്തെ കൂട്ടർ എന്ന് പറയുക പ്രവാചകനായ ശിമയോനും പ്രവാചികയായ അന്നയുമാണ്. ഈ ലോകത്തിന് വലിയ പാഠങ്ങൾ പകർന്നു തരുന്ന മഹത് വ്യക്തിത്വങ്ങൾ. ഇവർ പ്രായം കവിഞ്ഞവരാണെങ്കിലും കാഴ്ചയ്ക്കും കേൾവിക്കും സൂക്ഷ്മത നഷ്ടപ്പെട്ടവരാണെങ്കിലും ഇവരുടെ ആത്മീയമായ നേത്രങ്ങൾ ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്നത് വഴി എപ്പോഴും പ്രശോഭിക്കുകയായിരുന്നു. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളായിരുന്നു ഇവർ. കാത്തിരിപ്പിന്റെ ആനന്ദം ആസ്വദിക്കണമെങ്കിൽ ഇവരുടെ ജീവിതങ്ങൾ നാം നല്ല രീതിയിൽ മാതൃകയാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളിൽ ഇന്നിൻ്റെ ലോകത്ത് ക്ഷമയോടെ കാത്തിരിക്കുവാൻ ആർക്കും സാധിക്കുന്നില്ല. നമുക്ക് വേണ്ട വിവരങ്ങളായാലും സേവനങ്ങളായാലും നന്മകളായാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന വേഗതയിൽ നമുക്ക് ലഭിച്ചില്ല എങ്കിൽ നമ്മൾ ഉടനെ തന്നെ അസ്വസ്ഥരാകും, അക്ഷമരാകും, കോപിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം പൊട്ടിത്തെറിക്കുന്ന വ്യക്തിത്വങ്ങളായി മാറാതെ കാത്തിരിപ്പിന്റെ ആനന്ദം ആസ്വദിക്കുവാനും നാം ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുകയും നമ്മെ നയിക്കുകയും നേരായ പാതയിൽ നേരായ മാർഗത്തിൽ നമ്മെ ചലിപ്പിക്കുകയും ചെയ്യും എന്ന് നാം ഓരോരുത്തരും ഈ 2 മഹത് വ്യക്തിത്വങ്ങളിൽ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും അവസാനമായി കർത്താവിൻ്റെ സമർപ്പണ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള ഓരോ സമർപ്പിതരും ക്രിസ്തുവിൻ്റെ പ്രകാശം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരായി മാറേണ്ടിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് ക്രിസ്തുനാഥൻ സ്വയം പറഞ്ഞു വെക്കുകയാണ്. അതായത് ക്രിസ്തുനാഥൻ നമുക്ക് സ്വർഗത്തിൽ നിന്ന് ലഭിച്ച അനുഗ്രഹമാണ്.
വീണ്ടും മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. അതായത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ ക്രിസ്തു ശിഷ്യരും മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ, തങ്ങളുടെ സഹോദരങ്ങളുടെ ജീവിതങ്ങളിൽ അനുഗ്രഹങ്ങളായി, പ്രകാശമായി, ജ്വലിക്കുന്ന സൂര്യനായി തീരേണ്ടതുണ്ട് എന്ന് ക്രിസ്തുനാഥൻ നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കൽ ഒരു പ്രശസ്തനായ വ്യക്തി ഇപ്രകാരം പറയുകയുണ്ടായി, ദൈവം എല്ലാറ്റിനും പ്രഥമ സ്ഥാനം അർഹിക്കുകയാണ്. അതുകൊണ്ട് ലോകത്തിൻ്റെതായ എന്തെങ്കിലും നിങ്ങൾ സ്വയം സൂക്ഷിക്കുമ്പോൾ ദൈവത്തിന് സമർപ്പിക്കേണ്ടതിനെ നിങ്ങൾ അശുദ്ധമാക്കുകയാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ലോകമാസകലമുള്ള സമർപ്പിതരുടെ ദിനമായി ഇന്നേ ദിനം നാം ആചരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. അതോടൊപ്പം ദൈവത്തിന് നമ്മുടെ ജീവിതങ്ങളിലെ പ്രഥമമായ സ്ഥാനം നൽകുവാൻ നമുക്ക് തയ്യാറാവുകയും ചെയ്യാം. ഈ കൃപാവരത്തിനായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.